ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകളിലേക്ക് വഴി തുറക്കുന്ന ഒരു നിധിയാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ബാഗ് കണ്ടോ, ഇത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടാക്കിയതാണ്. അതിനുള്ളിൽ എനിക്ക് അന്ന് തൊട്ടും അതിന് മുന്നേ കിട്ടിയ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ സൂക്ഷിച്ച് വെക്കാൻ തുടങ്ങിയിട്ട് ഒരു 12 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. എന്ന് ഞാനിതൊന്നും എടുത്ത് നോക്കുമ്പോൾ ഞാനൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഒരുപാട് ഗിഫ്റ്റ് ഇതുപോലെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഒരു 5ാം ക്ലാസ് തൊട്ടിട്ടുള്ളതൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അത് നമ്മൾ കയ്യിൽ അത്ര കാശൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയ വലിയ ഗിഫ്റ്റൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കൊടുക്കില്ലായിരുന്നു. എന്നാൽ ഇതുപോലത്തുള്ള ചെറിയ ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും അന്ന് നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നല്ലോ. ആ സന്തോഷം കൊണ്ടും പിന്നെ അവരോടുള്ള സ്നേഹം കൊണ്ടും പിന്നെ എനിക്കിതുപോലെ എന്ത് ഗിഫ്റ്റ് കിട്ടിയാലും നല്ല രീതിയിൽ എടുത്തു വയ്ക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ടും അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഞാൻ ഈ ഫോട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നത്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അറിയില്ലായിരുന്നു ഈ ഫോട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടെന്ന്. ഒരുമിച്ച് ഒരു 10 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ ഫ്രണ്ട്സ് ക്ലാസ്സിലെ പിള്ളേരൊക്കെ കളിയാക്കിയിട്ടുണ്ടായിരുന്നത് ഇരട്ടപ്പറ്റ പരട്ടകൾ എന്നൊക്കെയായിരുന്നു. എന്തൊക്കെയല്ലേ പറയുന്നത്. നേരത്തെ കാണിച്ച ലൗചിഹ്നത്തിൻ്റെ സംഭവം കണ്ടോ, അതെന്തൊരു ക്ലോക്കിൻ്റെ എന്തോ സംഭവമാണ്. അത് അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് അവൾ എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ്. അത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്നും കാശ് കൊടുത്ത് മേടിച്ച് തന്നതല്ലെങ്കിൽ പോലും എന്തോ എന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നതല്ലേ എന്ന് ഓർത്ത് ഞാൻ അതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ അവർ കാണുകയാണെങ്കിൽ നെട്ടിപ്പോവും, ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടോ എന്ന് ഓർത്തിട്ട്. ഈ തന്ന ആൾക്കാരുടെ പേരും കൂടി ഞാൻ ഇവിടെ പറയുകയാണ്. ആതിര, ശ്രീകല, സിനിഷ, വിദ്യ, എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതായത് അതുപോലെ തന്നെ അങ്ങോട്ട് എടുത്തു വെക്കുകയാണ്. നിങ്ങൾ ഇതുപോലെ തന്നെ എന്ത് കിട്ടിയാലും സൂക്ഷിച്ച് വെക്കുന്ന ആൾക്കാരാണോ? കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, ലവ് യു ഓൾ.